തേടും ഞാനൊരു പൂവിൻ മുട്ട്. നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്? ഹായ് കൂട്ടുകാരെ, നിങ്ങളുടെ അരസി ചേച്ചിയാണിത്. ഇറ്റലിയിലെ അരസി ചേച്ചി. ചീര നമ്മുടെ ഇന്ന് കട്ട് ചെയ്യാണ്. ചീര കട്ട് ചെയ്യാണെന്ന്. ചീര ഇത്രയും സ്ഥലം ഒന്ന് കട്ട് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കാണ്. ഇന്ന് റൂമിലേക്ക് കൂട്ടുകാരികൾക്ക് ഇത്രയും സ്ഥലം കട്ട് ചെയ്ത് കൊടുത്തയക്കാണ്. എനിക്ക് അല്പം ചീര മതിയല്ലോ. ഇത് എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ വേണ്ടവർക്ക് ചീര ഞാൻ ചെത്തി കൊടുക്കാണ്. എനിക്ക് കുറച്ച് മതിയില്ല. അവർക്ക് വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ഇതിന് ചെത്തി കൊടുക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെത്തിയതൊക്കെ വേഗം ആയി വരുന്നുണ്ട്. 15 ദിവസം കഴിയുമ്പോഴേക്കും 15 ദിവസം കഴിയുമ്പോഴേക്കും ചത്താറാവണുണ്ട്. ചീര കട്ട് ചെയ്ത് കഴിഞ്ഞു കൂട്ടുകാരെ. ഇത് കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കാണ്. ഇത്രയും ചീര കിട്ടി. ഇത് നമ്മുടെ നീളൻ തക്കാളി. നീളൻ ഇത് ഞാൻ 2 മാസം മുന്നേ നട്ട തക്കാളിയാണ്. ഇത് വിളവെടുപ്പിന്റെ സമയമൊക്കെ ആയി വരുന്നു. നമ്മളിപ്പോ 2 ചെത്തൊക്കെ ആയി വരുന്നു. ഇത് ഉണ്ടൻ തക്കാളിയാണ്. ഇത് ഉണ്ടൻ തക്കാളി. പല ഇനം തക്കാളി ഉണ്ട്. എല്ലാ ഇനം തക്കാളി കൂട്ടി നട്ടേക്കുന്നതാണിത്. ഉണ്ടൻ തക്കാളി ഉണ്ട്, നീളൻ തക്കാളി ഉണ്ട്. ഒന്നട വിട്ട് എല്ലാ ഇനം തക്കാളികളും നട്ടേക്കുന്നതാണ്. ഈ താഴെ കാണുന്നത് നീളൻ തക്കാളിയാണ്. ഇത് കണിക്കിരി താഴെ കാണുന്നത് നീളൻ തക്കാളിയാണ്. ഇത് നീളൻ തക്കാളിയാണ്. ആയി വരണുള്ളൂ. പകുതി പാകം കഴിഞ്ഞിട്ടുള്ളൂ. പച്ചാണ്. അടുത്ത് കാണിക്കാം. ഡിസംബറിലേക്കൊക്കെ പഴുക്കുള്ളൂ. ആപ്പിളാണ്. ഈ പഴത്തിന്റെ പേരാണ് ഫ്രൂണ. ഇത് ഞങ്ങൾ എന്നും കാലത്തെ കഴിക്കാറുണ്ട്. ഇത് ചാമ്പങ്ങ. ഇവിടുത്തെ ചാമ്പങ്ങ. ഇത് ഇവിടുത്തെ ചെറിയ പേര. പേരാണ് ഫ്രൂണ. ഫ്രൂഞ്ഞ. ഇതെന്റെ അയൽക്കാരിത്തിയാണ്. എന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന അയൽക്കാരിത്തിയാണ്. എന്ത് പഴവർഗം ഉണ്ടെങ്കിലും എനിക്ക് കൊണ്ടുതരുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാണുമ്പോഴേക്ക് ഓടി വന്ന് എനിക്ക് പഴവർഗ്ഗങ്ങളെല്ലാം പറിച്ച് കൈ തരുന്ന ഒരു അപ്പന്റെ ഭാര്യയാണിത്. അപ്പന്റെ ഭാര്യയാണ്. നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. നല്ലൊരു ബ്രാവയാണ്. എല്ലാം കൊണ്ടും എനിക്ക് പഴവർഗ്ഗങ്ങള് എന്നെ കാണുമ്പോഴേക്കും തന്നെ ഇതിന്റെ അപ്പാപ്പന്റെ ഭാര്യ വിളിച്ച് തരും. എല്ലാ ദിവസവും കാലത്ത് ഒന്ന് തരും എനിക്ക്. ഇവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങളുണ്ട്. ഇത് ഞങ്ങളുടെ ക്യാപ്സിക്കം പഴുത്തു തുടങ്ങി. പിപ്പറോണി, ക്യാപ്സിക്കം ഇതൊക്കെ ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. ക്യാപ്സിക്കം പഴുത്തു തുടങ്ങി. ഇത് ഞാനിപ്പോ ഒരു 2 മാസം ആവണുള്ളൂ ഇത് നട്ടിട്ട്. പയർ ഇവിടെ വേഗം നല്ലോണം ഉണ്ടാവുന്നുണ്ട്. നമ്മള് വിചാരിച്ചക്കായും കൂടുതൽ വേഗത്തിലിത് ശരിയായി വന്നുണ്ട്. കേടൊന്നുമില്ല. ഞാൻ ഇത്തിരി വെള്ളം മാത്രമൊക്കെ അല്ലേ ഒഴിക്കണുള്ളൂ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്തിരി പറിച്ചുള്ളൂ. കുറച്ചേ പറിച്ചുള്ളൂ. നാളത്തെ ഒരു ദിവസത്തേക്ക് മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ പറിച്ചുള്ളൂ. ഇനി നമുക്ക് നാടൻ പയറുണ്ട്.
അപ്പം ഇത് കുറച്ച് മതിയല്ലോ, അതുകൊണ്ട് ഓരോ ദിവസത്തേക്കാണ് പറിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് പാകമായി വന്നുള്ളൂ. ഇത് തീരുമ്പോഴേക്കും തന്നെ അടുത്ത പയറാവും. നാടൻ പയറാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് കുന്ന പയറാണിത്. ഇത് പയറായി വന്നു. ഈ പയർ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് ഈ പയർ വലിയ ഇഷ്ടമായി. ഇത് നമ്മുടെ നാടൻ പയർ ആയി വന്നു. വഴുതനങ്ങ ചെത്താണ്. വഴുതനങ്ങ ഈ ഇഷ്ടം പോലെ വന്നുണ്ട്. ഇത് ഞാനൊരു മാസമായിട്ടുള്ളൂ നട്ടിട്ട്. ഞാൻ ഇതിലെ പോയപ്പോൾ ഒരു പയറെടുത്തിട്ടതാണ്. പയറൊക്കെ വേണ്ടതുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നടക്കണ വഴിയൊക്കെ ഓരോ പയറോ എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊണ്ട് നടക്കും. അപ്പോൾ പയറൊക്കെ ഉണ്ടാവുന്നുണ്ട്, വാർന്ന് വീഴണ്ട് ഉണ്ടാവുന്നുണ്ട്.